നമസ്കാരം, സൂവിയാണ്. ലൈഫ് ഓഫ് ഹാൻസമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിത് സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഓണാഘോഷമാണ് ഇവിടെ. അതായത് ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള അത്യാവശ്യം കുറച്ച് മലയാളികളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഓണാഘോഷമാണ്. അപ്പോൾ ഇന്നത്തെ ഓണാഘോഷത്തിൻ്റെ കുറച്ച് പരിപാടികളും തലേന്നത്തെ കുറച്ച് കുക്കിംഗ് പരിപാടികളും ഒക്കെ ആയിട്ട് വരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ ഞാൻ ചെറിയതായിട്ടൊരു സദ്യ ഉണ്ടാക്കിയതാണ്. ഇന്നത്തേത് അങ്ങനെയല്ല, ഒരുപാട് വലിയ പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പൊ ഓണത്തിന്റെ തലേന്ന് ഞാനും അരുണേട്ടനും കൂടെ പൂ തരുന്നുള്ള പോക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് മഞ്ഞപ്പൂവും വേണം, കുറച്ച് വെള്ളപ്പൂവും വേണം. വെള്ളപ്പൂവിന്റെ സാദൃശ്യമുള്ള ഒരു പൂ കൂടെ കണ്ടിരുന്നു പോണ വഴിക്ക്. അപ്പൊ അത് പറിക്കാൻ വേണ്ടിട്ട് പോവാണ്. നമ്മുടെ ഇതിനും അരിഞ്ഞിട്ടും നല്ല അടിപൊളി പൂക്കളം ഇടാനുള്ള ഇതൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് അത്യാവശ്യം പൂ എത്തിച്ചു കൊടുക്കാന്നല്ല അവർക്ക് നമ്മുടെ ലക്ഷ്യം തന്നെ. ഞങ്ങൾക്കത് ഇവനെ കുക്കിങ്ങിലേക്ക് പോകണം, അടപ്രഥമുള്ള അട ഉണ്ടാക്കണം. ഞങ്ങൾ കുക്കിംഗ് സെക്ഷനാണ്. അരിഞ്ഞിട്ടും ഇതിനൊക്കെ ഓണപ്പൂക്കള സെക്ഷൻ. അപ്പൊ ഞങ്ങള് കണ്ട ചെടി ചീമക്കൊന്നയാണോ എന്ന് ഡൗട്ട് ഇട്ട്. ഈ ചീമക്കൊന്നയാണെങ്കിൽ പറിച്ചുകൊണ്ടായിട്ട് നമ്മളെ കൃഷിയിടത്തിലൊക്കെ ഇടായിരുന്നു കേട്ടോ. ഇത് ചീമക്കൊന്നയല്ലേ? ദേ ഇത് ചീമക്കൊന്നേൻ്റെ പൂവ് തന്നെയല്ലേ? ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറേ നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴി കൂടെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൂവ് നമ്മളങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇന്നിപ്പോൾ പൂവ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എല്ലാ ഭാഗത്തു കൂടി ഇങ്ങനെ നോക്കി പോയതുകൊണ്ടായിരിക്കാം ഈ പൂവ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇത് ചീമക്കൊന്നേൻ്റെ പൂവ് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ പൂവിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഇലയാണ് എനിക്ക് മനസ്സിലേക്ക് പെട്ടെന്നൊരു ടച്ചായത്. എന്താ വെച്ചാൽ കുറച്ച് ചീമക്കൊന്നേൻ്റെ ഇലയൊക്കെ ഇവിടുന്ന് പറിച്ചുണ്ടാവാമല്ലോ. ഞാൻ പണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, മണ്ണ് ഒരുക്കണ സമയത്ത്, അതായത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന വീട്ടിലേക്ക് വന്ന സമയത്ത് കൃഷിയിടം ഒരുക്കുമല്ലോ, അന്നേരം ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ എവിടെയെങ്കിലും ചീമക്കൊന്നേൻ്റെ ഇല കിട്ടുമായിരുന്നെങ്കിൽ ആ മണ്ണ് ഒരുക്കണ സമയത്ത് ഇട്ട് കൊടുക്കണം എന്നൊക്കെ. പക്ഷെ അന്നൊന്നും ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ പൂക്കളിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടായിരിക്കാം ഒരുപാട് ചീമക്കൊന്ന നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു കേട്ടോ. ഇഷ്ടം പോലെ പൂക്കളും കിട്ടി. നല്ല ഭംഗിയുണ്ടോ ചീമക്കൊന്നേൻ്റെ പൂവ്. ഒരു ലൈറ്റ് ലാവൻഡറും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി പൂവ്. നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു സാധനമുണ്ട് ഈ ചീമക്കൊന്ന എന്ന് പറയുന്നത്. അതായത് കൃഷിയിടത്തിലേക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഒന്നാണ്. ഇപ്പം എന്തായാലും ഞങ്ങൾ അത്യാവശ്യത്തിനുള്ള പൂക്കളൊക്കെ പറിച്ചെടുക്കുകയാണ്. ഞാനും മരുന്നേട്ടനും മജാവും കൂടിയാണ് കേട്ടോ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇറങ്ങി വന്നു കണ്ട് പൂവൊക്കെ ഞങ്ങൾക്ക് പറിച്ചു തന്നു. ഭയങ്കര ആത്മാർത്ഥതയുള്ള കുറച്ച് ആൾക്കാർ കേട്ടോ. അതായത് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ കൂടെ, അതായത് നമ്മൾ പൂവേ ചോദിച്ചുള്ളൂ, അപ്പോഴത്തേക്കും നമ്മുടെ കൂടെ വന്ന് പൂക്കളൊക്കെ പറിച്ചു തന്ന് കണ്ടോ. ഇഷ്ടം പോലെ പൂ കിട്ടിയിട്ടുണ്ട്. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം മൊത്തം പേര് തന്നല്ലോ. ഇവരെല്ലാരും പറിച്ചതാട്ടത്. അങ്ങനെ ചീമക്കൊന്നേനെ പൂ പറിച്ച് ഇപ്പൊ ഞങ്ങൾ വേറെ സ്ഥലത്തെത്തി. ഒരു മഞ്ഞ പൂ പറിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വൈബല്ലേ. എല്ലാ ഓണക്കാലത്ത് നമ്മുടെ ഇതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ പോയി പാടത്തും പറമ്പൊക്കെ കളർന്ന് കിട്ടുന്ന പൂക്കളെല്ലാം പറിച്ചു കൊണ്ടുവരും. ആഫ്രിക്കയിൽ വന്നാലും നമുക്ക് ആ വൈബിനൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മൾ പൂ പറിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച മഞ്ഞപ്പൂ. കണ്ടില്ലേ? മഞ്ഞപ്പൂക്കളുടെ ഒരു പാടമല്ല, കാടാണ്. നാളത്തെ ഈ പൂക്കാന്ന് അറിയത്തില്ല. പയറിന്റെ രസമാ, മഞ്ഞ കളർ വരും. ഈ മുട്ടൊന്ന് പറിച്ചു നോക്കാം നമുക്ക്. അയ്യോ, രാവിലത്തേക്ക് വിരിഞ്ഞു ഞാനോ. ആ വരിക. മജാവിൻ്റെ കൂടെ പോകണ പറഞ്ഞേട്ടാ അതിലേ പോയി. ഞാൻ എന്തെല്ലാം പോവാൻ കേട്ടോ. മജാവുണ്ടോ അവിടെ? അപ്പൊ നമ്മുടെ ജയരാജ് ഇവിടെ തേങ്ങ ചിറകിക്കൊണ്ടിരിക്കുക കേട്ടോ. തേങ്ങ ചിറകിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട് കേട്ടോ. ഫുള്ള് ഡേ പരിപാടികളാണ്. ഇവിടെ ഇപ്പം അട ഉണ്ടാക്കാനുള്ള പൊടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇനി മാനേജർ ഹൗസിൽ പോയിട്ട് അവിടെ നമ്മുടെ ഓണപരിപാടിക്കുള്ള ബാക്കി പരിപാടികൾ കണ്ടുവരാം കേട്ടോ.
എല്ലാവരും അതിവാശിയേറിയ പൂക്കള നല്ല പരിപാടിയാണ്. കാടുമാര് നല്ല സാധനം അരിഞ്ചത്ത്. അതെ. അടുക്കള വല്ലതുണ്ടോ? അടുക്കളയിൽ ഉണ്ടാവും. അതികഠിനമായ പണി കേട്ടോ. ഇനി തേങ്ങകൾ തുടങ്ങാനായി ഇവിടെ. നമ്മുടെ പൂക്കളത്തിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഫുള്ള് അരിഞ്ഞിട്ട് വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞിട്ട് ഇവിടെ വരച്ചത് ഞാൻ ഇവിടെ അവിയലിന്റെ പരിപാടി തുടങ്ങാം കേട്ടോ. സെമി സെക്ഷൻ അവിയൽ. എന്താണ് നിങ്ങളുടെ ഒരു ഓണത്തലേന്നല്ലേ? ഓണത്തലേന്ന് എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള വീഡിയോ ആക്കിയിട്ടാ പേര്. അതെ. അപ്പഴേ നമ്മൾ അട ഉണ്ടാക്കാൻ അടപ്രഥമനുള്ള അരിപ്പൊടി, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് നെയ്യ് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ടാക്കി. ഇളം വലിയ ചൂടൊന്നും ഇല്ലാത്ത വെള്ളമാണ്. ചൂടുള്ള വെള്ളത്തിലും കുഴക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് കുഴച്ചെടുക്കട്ടെ. കുഴച്ചെടുത്തിട്ട് നമുക്ക് അട ഉണ്ടാക്കുന്നതാണ് അല്ലേ? ഞങ്ങള് അട ഉണ്ടാക്കിയപ്പോ കഴിയാനായി കഴിഞ്ഞു. ലാസ്റ്റൊക്കെയാണ് സമയം 11:09. അപ്പൊ കഴിയാനായിട്ട് ഇതും കൂടി കഴിഞ്ഞാൽ കഴിയും. എന്നിട്ട് വേണം കിടക്കാൻ. റെഡി ആയിട്ടിരിക്കുന്നു കേട്ടോ. ഒരു ചെരുവ് അടയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ വെക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ഒരു കുക്കിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുന്ന എനിക്ക് പോകുന്നുണ്ട്. ഇത്രയും പണിയെടുത്ത് വെറുതെയാവും. അവിടെ ഇങ്ങനെ എടുത്ത് തണുത്ത വെള്ളത്തിലിടും. തണുത്ത വെള്ളത്തിൽ നിന്ന് കോരി ഇവിടെ വെക്കും. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റും. അതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം അതായത് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? തലേന്ന് ഞാൻ ശരിക്കും എല്ലാ പച്ചക്കറികളും നന്നാക്കി എണ്ണ വെച്ചത് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞങ്ങൾ അടേൻ്റെ പരിപാടിയിലേക്ക് പോയത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് എല്ലാ പച്ചക്കറികളും അരിഞ്ഞെടുക്കുകയാണ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അരിയണത് അവിയലിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊന്നും അരിയാനില്ല, കാരണം സാമ്പാർ നമ്മളല്ല ഉണ്ടാക്കുന്നത്. എനിക്ക് അവിയലും തോരനും ബീറ്റ്റൂട്ട് പച്ചടി അതുപോലെ തന്നെ പച്ചമോരുമാണ്, പിന്നെ അടപ്രഥമനും. ഇത്രയും സാധനമാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതേ ഇവിടെ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇതിലിടും. അപ്പുറത്തെ ഒരു അടുപ്പ് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ പായസമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. പിന്നെ നമ്മുടെ ഓണത്തിന് വരുന്ന ഒട്ടുമിക്ക അതായത് വരുന്ന ഫാമിലീസിനൊക്കെ ഇതേപോലെ ഇത്ര ഐറ്റംസ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 4 ഐറ്റംസാണ് മിനിമം ഒരാൾ ഒരു ഫാമിലിയിൽ നിന്ന് ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങളുടെ ഓണസദ്യയിൽ കുറേ അധികം ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം ഉണ്ടാക്കിയതിൽ 28 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രസമാണ്. അതും വെള്ളപ്പാട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓരോരോ പരിപാടിയിലാണ് എല്ലാവരും. അതായത് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ ഒരു 11 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ അട ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ശർക്കര ഉരുക്കി, ശർക്കരയിൽ അതായത് മൊത്തം ശർക്കര ഉരുക്കിയിൽ ഒരു പകുതി ശർക്കര ഉരുക്കിയിട്ട് ആ വെള്ളത്തിൽ അട ഇട്ട് വെച്ചിട്ടോ. അതിന് കേട് വരണ്ട വെച്ചിട്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ അട ഉണ്ടാക്കിയിട്ട് അടപ്രഥമൻ ഉണ്ടാക്കുന്നത്. മറ്റേതൊക്കെ നമ്മൾ വാങ്ങുന്ന അട ഉപയോഗിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ രാത്രിയിൽ ശർക്കരപ്പാനിയിൽ അട ഇട്ട് വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അടയിൽ നന്നായിട്ട് മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരുണേട്ടന് ഇവിടെ അടപ്രഥമൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹായത്തിന് നമ്മുടെ നെൽസനുണ്ട്, നമ്മുടെ ഗാർഡൻ ബോയ് ആണ്. അപ്പോൾ എല്ലാവരും ഓണത്തിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പച്ചമോരുണ്ട്, അതേപോലെ തന്നെ അവിയൽ, പിന്നെ അടപ്രഥമൻ അപ്പുറത്താണ് കേട്ടോ, കാണിച്ചു തരാം. പിന്നെ തോരനുണ്ട്, തോരനും അപ്പുറത്താണ്, അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുവച്ചാണ്, അവിടെ നിന്ന് കാണിച്ചതേ. അപ്പൊ നമ്മുടെ അത്തപ്പൂക്കൾ അതാണ് കേട്ടോ, നമ്മുടെ അരിഞ്ചിത്തും ഇതിനും കൂടെ ഇട്ടതാണത്. അടിപൊളി അത്തപ്പൂക്കളം.
അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം വിളക്കൊക്കെ കത്തിക്കാം. എല്ലാവരും വന്നു തുടങ്ങുന്നുള്ളൂ. ലിലോങ്മേ എന്നൊക്കെ എല്ലാവരും എത്തണം. അപ്പോൾ ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ എല്ലാവരും വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഓണസദ്യയും ഒക്കെ കഴിക്കാനും എല്ലാവരും ഒപ്പം ഒന്ന് കൂടിയിരിക്കാനൊക്കെ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ദൂരമായിട്ടോ. ലിലോങ്മേ എന്ന് പറയുന്നത് 2-2.5 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ അതേ അത്തപ്പൂക്കളം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ അത്തപ്പൂവിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും എടുക്കുന്നുണ്ട്. കാരണം അത്രയും ഭംഗിയായിരുന്നു ആ ഒരു പൂക്കളം. ഒരുപാട് നേരത്തെ എഫോർട്ടായിരുന്നു കേട്ടോ അത്. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ റാം സാറ് വന്നിട്ട് ഇവിടെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഓണാഘോഷം ഇവിടെ ഔദ്യോഗികമായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. നാട്ടിൽ ഓണമൊക്കെ കഴിഞ്ഞു എന്നറിയാം. ഇവിടെ എല്ലാവരും ലീവ് കിട്ടുമ്പോഴാണ് ഓണമൊക്കെ ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ഈ ഞായറാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഓണം. അപ്പോൾ അത് എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി അടുത്തത് സദ്യേൻ്റെ പരിപാടിയിലേക്കാണ്. ഇവിടെ സദ്യ കഴിക്കാനും സദ്യ വിളമ്പാനൊക്കെ ഉള്ള ടേബിളും ചെയറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പഴക്കോലൊക്കെ അത് ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പിള്ളച്ചേട്ടൻ്റെ വകയാണ്. ഈ പഴക്കോലൊക്കെ പിള്ളച്ചേട്ടൻ്റെ ഗാർഡനത്തെയാണ്. പഴക്കോലയും വാഴയിലയും എല്ലാം. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സദ്യയൊക്കെ കാണാം. ഈ സാമ്പാർ 21 കൂട്ടുകറികളുണ്ട്. 21 കൂട്ടുകറികൾ. ഇതിൽ 5-6 ഐറ്റം ഞാൻ സെഞ്ചത്. വലിയവര് അങ്ങനെ നല്ല അടിപൊളി ഒരു ഓണാഘോഷവും ഓണ ദിവസമായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു വള്ളപ്പാട്ടോടും കൂടി ഞങ്ങളുടെ ഓണാഘോഷമൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം.